ഇതിൻ്റെ ഒരു ഡിസൈൻ ആണെങ്കിലും ശരിക്കും ഒരു ഹോട്ട് ഹാച്ച് ബാക്ക് ആ രീതിയിലാണ് ഈ ഒരു വെഹിക്കിൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കോസ്മെറ്റിക് ചേഞ്ച് അലോയ് വീലായിട്ട് തോന്നിയ രീതിയിലാണ് i20 ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു ബസ്സിലേക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ വീൽ ആർച്ചസ് കണക്ട് ചെയ്യാൻ സാധിക്കും. സോ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഫോണിൽ അറിയാൻ സാധിക്കും. ഒരു സിലിണ്ടർ അറൗണ്ട് 83 bhp പവറും 140 Nm ടോർക്കും ഈ ഒരു ഹ്യുണ്ടായി ബ്ലാക്ക് ഈസ് ഓൾവേസ് മാസ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക്, പ്രത്യേകിച്ച് ബോയ്സ്, ബ്ലാക്ക് എന്ന കളർ എത്രയും ഒരു അട്രാക്റ്റീവ് കളറാണ് ബ്ലാക്ക്. സോ ഇന്നത്തെയുള്ള എൻ്റെ കൂടെയുള്ളത് ഹ്യുണ്ടായി എന്ന ബ്രാൻഡിൻ്റെ i20, ഒരു ഹോട്ട് ഹാഷ് ബാക്കാണ് i20 നൈറ്റ് എഡിഷനാണ് എൻ്റെ കൂടെയുള്ളത്. ഫുള്ളി ഒരു ബ്ലാക്ക് ബീസ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ഈ ഒരു വെഹിക്കിളിനെ കുറിച്ച് പറയുന്ന സമയത്ത്. സോ ഇന്നത്തെ വീലിൻ്റെ കൂടെയുള്ളത് i20 സ്പോർട്സ് പറഞ്ഞ മിഡിൽ ഓപ്ഷനാണ്. സോ ഇത് വാല്യൂ ഫോർ മണി വേരിയൻ്റാണ് എൻ്റെ കൂടെയുള്ളത്. സോ നമുക്ക് അടുത്ത് പരിചയപ്പെടാം ഈ ഒരു വെഹിക്കിളിനെ. സോ എല്ലാവർക്കും വെൽക്കം ടു ചാനൽ. സോ ഫൈനലി ഇതാണ് i20 നൈറ്റ് എഡിഷൻ സ്പോർട്സ് പറഞ്ഞ വേരിയൻ്റാണ്. ഈ ഒരു വേരിയൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റാണ്. സോ ഒരു മിഡിൽ ഓപ്ഷൻ കാരണമാണ്, ഒരു ഫീച്ചേഴ്സ് ആഡ് ഓൺ ആവുന്ന വേരിയൻ്റാണ്. ഒരുപാട് രീതിയിൽ ഈ ഒരു സ്പോർട്സ് പറഞ്ഞ വേരിയൻ്റ് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. സോ ഇനി i20നെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു നല്ലൊരു ബ്രാൻഡ്, നല്ലൊരു കംഫർട്ടും പെർഫോമൻസ് ലഭിക്കുന്ന ഒരു മോഡലാണ് ഹ്യുണ്ടായി i20. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഡിസൈൻ ആണെങ്കിലും ശരിക്കും ഒരു ഹോട്ട് ഹാച്ച് ബാക്ക് ആ രീതിയിലാണ് ഈ ഒരു വെഹിക്കിൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കോസ്മെറ്റിക് ചേഞ്ചസ് ആണെങ്കിലും ഫുള്ളി ഒരു സ്പോർട്സ് ഫീലിലാണ് ഒരു വെഹിക്കിൾ ഒറ്റ റൗണ്ടിൽ കണ്ട ആരായാലും പറയുന്നത്. സോ വെഹിക്കിളിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിന് നമുക്ക് കണ്ടു തുടങ്ങാം. ഫുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷ് കേട്ടോ. നോർമൽ i20യിൽ ക്രോം പ്ലേറ്റ് വരുന്ന ഭാഗത്ത് ഫുള്ളി ഒരു പ്യുവർ ബ്ലാക്ക് ഫിനിഷാണ് ഇതിൽ ആഡ് ഓൺ ആയിട്ടുള്ളത്. സോ സ്ട്രൈറ്റ് അവേ ഫ്രണ്ട് പ്രൊഫൈലിൽ നമുക്ക് കണ്ടു തുടങ്ങാം. സോ ഫ്രണ്ടിൽ തന്നെ അട്രാക്റ്റീവ് ഒരു ഫീൽ നിൽക്കുന്നത് ആ ഒരു ഗ്രിൽ യൂണിറ്റാണ്. ഫുള്ളി ഒരു പ്യുവർ ബ്ലാക്ക് ഫിനിഷിലാണ് ഒരു ഗ്രിൽ യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നേരെ മേലെ നമുക്ക് ഹ്യുണ്ടയുടെ ലോഗോ കാണാൻ സാധിക്കും. അതും ബ്ലാക്ക് ഔട്ടിലാണ് വന്നിട്ടുള്ളത്. ശരിക്കും ഒരു ക്യാരക്ടറിനോട് മാച്ചിങ് രീതിയിലാണ് ആ ഒരു പോർഷനിൽ ലോഗോ കൊടുത്തുള്ളത്. സോ നേരെ ഹെഡ്ലൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ഹാലജൻ ഹെഡ്ലാമ്പ് യൂണിറ്റാണ് ഇതിൽ കൊടുത്തുള്ളത്. 10 ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് ഒരു സൈഡ് പോർഷനിൽ കാണാനായിട്ട് സാധിക്കും. സോ അതിന് നേരെ താഴെയാണ് DRL യൂണിറ്റ് കൊടുത്തുള്ളത്. ഒരു സെക്ഷൻ ലൈറ്റിലാണ് DRL യൂണിറ്റ് ഡിസൈൻ ചെയ്തത്. ഇവിടെ ഒരു എയർ വെൻറ്റും നമുക്ക് കാണാൻ സാധിക്കും. കൂടുതലും ഒരു എയറോഡാമിക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കർട്ടൻ യൂണിറ്റ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഹുഡിലും ധാരാളം ക്യാരക്ടർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഐബ്രോ പോർഷനിലും നമുക്ക് ഒരുപാട് രീതിയിൽ അട്രാക്റ്റീവിലാണ് ആ ഒരു ക്യാരക്ടർ ലൈൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഒരു ബ്ലാക്ക് കളർ അത്യാവശ്യം റോഡ് പ്രസൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ഷോറൂമിൽ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് വന്ന് നോക്കും ഈ ഒരു കളറ്. ഫുള്ളൊരു ബ്ലാക്ക് കളറാണ്, എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെടുന്ന ഒരു കളറും കൂടിയാണ് ഈ ഒരു ബ്ലാക്ക് എഡിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നൈറ്റ് എഡിഷൻ എന്ന് പറയുന്നത്. സോ ഇനി സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ വീൽസ് എന്ന് കണ്ടു തുടങ്ങാം. ഒരു 16 ഇഞ്ച് വീൽസാണ് ഈ ഒരു i20 നൈറ്റ് എഡിഷന് വന്നുള്ളത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തുള്ളത്. ഇത് ഒറ്റനോളിൽ കണ്ട അലോവീനാന്ന് തോന്നും, പക്ഷേ ഇതൊരു വീൽ കപ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒറ്റനോളിൽ കണ്ടത് ഒരു അലോയ് വീലായിട്ട് തോന്നിയ രീതിയിലാണ് i20 ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു ബസ്സിലേക്ക് കൊടുക്കാനും സാധിക്കും. പിന്നെ വീൽ ആർച്ചസ് കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് ബോഡി രീതിയിലാണ് ഇത് വീൽ ആർച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടോ. സോ ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. 10 ഇൻഡിക്കേറ്റേഴ്സ് നമുക്കൊരു മിറർ യൂണിറ്റിൽ കാണാനായിട്ട് സാധിക്കും. ഒരു വലിയൊരു മിറർ ക്യാപ്സാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, അത്യാവശ്യം നല്ലൊരു സൈസിലൊരു മിറർ ക്യാപ്സാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിനൊരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. സൈഡിൽ നമുക്ക് ധാരാളം ക്യാരക്ടർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് ക്യാരക്ടർ ലൈൻസ് കാണാനായിട്ട് സാധിക്കും ഇതൊരു സൈഡ് പ്രൊഫൈലിൽ. സോ ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ ഒരു പോർഷനിലും നമുക്ക് ധാരാളം ക്യാരക്ടർ ലൈൻസും കാണാനായിട്ട് സാധിക്കും. അതിൽ ടെയിൽ ആംസിൽ നമുക്ക് i20 ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഫ്യൂൽ ഹെഡ് കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ വരുന്നത്. ബാക്കിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ്. ഒരു കണക്റ്റഡ് ടൈപ്പ് ടെയിൽ ലാമ്പ് യൂണിറ്റാണ് കൊടുത്തുള്ളത്. സോ ഇതിന് കണക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്രോം ട്രീറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ക്രോം പ്ലേറ്റിംഗ് ആണ് കണക്റ്റ് ആയിട്ട് കൊടുത്തുള്ളത്. സോ നമുക്കിവിടെ ഹ്യുണ്ടയുടെ വലിയ ലോഗോ കാണാൻ സാധിക്കും. അതും ബ്ലാക്ക് ഔട്ടിലാണ് ലോഗോ കൊടുത്തുള്ളത്. സോ നമുക്കിവിടെ i20 ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതും ബ്ലാക്ക് ഔട്ടിൽ വന്നുള്ളത്. പിന്നെ നൈറ്റ് എഡീഷൻ്റെ ലോഗോ ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ വരുന്നത്. ബാക്കിൽ ഡിഫോക്ക് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ്, ഷാർഫിൻ ആൻറ്റിന, ഒരു സ്പോയിലർ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു വേരിയൻറ്റിൽ വൈപ്പേഴ്സ് വരുന്നില്ല. വൈപ്പേഴ്സ് ഫുൾ ഓപ്ഷൻ മാത്രമാണ് വൈപ്പേഴ്സ് വരുന്നത്. സോ ഇനി നമ്മൾ നേരെ ബൂട്ട് സ്പേസിനെ കുറിച്ച് സംസാരിക്കാം. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. അത്യാവശ്യം സ്റ്റാൻഡേർഡിലെ ഒരു ബൂട്ട് കപ്പാസിറ്റി നമുക്ക് വരുന്നുണ്ട്. ട്രയാങ്കിൾ കാണാനായിട്ട് സാധിക്കും. സോ നേരെ താഴെ ടൂൾ കിറ്റും സ്പെയർ വീലും താഴെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പാർസൽ ട്രേയും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. മാനുവലി കൺട്രോൾ ചെയ്യുന്ന ടെയിൽ ഗേറ്റ് യൂണിറ്റാണ് കൊടുത്തുള്ളത്. നേരെ ക്ലോസ് ചെയ്തു. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂ വരുന്നത്.
നേരെ താഴെ റിവേഴ്സ് ക്യാമറ കാണാനായിട്ട് സാധിക്കും. പാർക്കിംഗ് സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് റിഫ്ലക്ഷൻ യൂണിറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഫ്രണ്ടിൽ കണ്ട സെയിം എലമെൻറ്റ്സ് ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ആ ഒരു DRL യൂണിറ്റിന് സാമ്യമായ രീതിയിലാണ് ഈ ഒരു എലമെൻറ്റ്സും കൊടുത്തിട്ടുള്ളത്. ഡിഫ്യൂസർ പോർഷനും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് രീതിയിൽ തോന്നിക്കുന്ന രീതിയിലാണ് ഒരു ഡിഫ്യൂസർ പോർഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ഇതിനൊരു എക്സ്റ്റീരിയർ വ്യൂ വരുന്നത്. സോ നിങ്ങൾക്ക് എക്സ്റ്റീരിയർ എന്തൊക്കെ ഇഷ്ടപ്പെട്ടു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. സോ നമുക്ക് നേരെ ഇൻറ്റീരിയർ കണ്ടിട്ട് വരാം. റിക്കോസൻസ് ബട്ടൺസ് കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. ഒരു ഡുവൽ ടോൺ കളറിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഒരു ഡോർ പാഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫുള്ളി ഒരു ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ ഡോർ പാഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് അവിടെ ഒരുപാട് കൺട്രോളിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ കൺട്രോൾസ് കാണാൻ സാധിക്കും. ലോക്കും അൺലോക്കും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. ഡോർ ലോക്ക് അൺലോക്കും കാണാനായിട്ട് സാധിക്കും. സോ സ്റ്റോറേജ് സ്പേസും താഴെ കൊടുത്തിട്ടുണ്ട്. സോ നേരെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇനി ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് കണ്ടു തുടങ്ങാം. ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഹ്യുണ്ടായി i20 കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. മീഡിയ കൺട്രോൾ ബട്ടൺസ് ആണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു പോർഷനിൽ ക്രൂയിസ് കൺട്രോൾ, ക്ലസ്റ്റർ യൂണിറ്റ് കൺട്രോൾ ചെയ്യുന്ന ബട്ടൺസ് ആണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഹെഡ്ലൈറ്റ് വ്യൂ കൺട്രോൾ ചെയ്യുന്നത് കാണാൻ സാധിക്കും. 10 ഇൻഡിക്കേറ്റേഴ്സും വൈപ്പർ കൺട്രോൾസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു മീറ്റർ കൺസോൾ അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് കണക്ട് ചെയ്തിട്ടില്ല. സോ നമുക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് നേരെ സെൻട്രൽ കൺസോളിൽ പോവുകയാണെങ്കിൽ ഇൻഫോടൈം സിസ്റ്റം അത്യാവശ്യം കൺട്യൂറ്റീവ് ഫീച്ചേഴ്സുള്ള ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് ഇതിൽ കൊടുത്തത്. സോ ഹ്യുണ്ടായിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡുകളിൽ ഒന്നാണ് ഹ്യുണ്ടായി. ഒരു കൊറിയൻ ബ്രാൻഡാണ്. സോ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്കിതിൽ കാണാൻ സാധിക്കും. ബ്ലൂയിങ് കണക്ടിവിറ്റി എല്ലാതും ഒരു വെഹിക്കിൾ അവൈലബിൾ ആണ്. ബ്ലൂയിങ് മീൻസ് നമ്മൾ ഫോണിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. സോ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഫോണിൽ അറിയാൻ സാധിക്കും ഈ ഒരു i20നെ കുറിച്ചുള്ളത്. സോ എല്ലാവിധ ഫീച്ചേഴ്സും ഈ ഒരു ഹ്യുണ്ടായി i20 വന്നിട്ടുണ്ട്. സോ ഇതിന് നേരെ താഴെ നമുക്ക് AC വെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഹസാർ ലാമ്പിൻ്റെ ബട്ടൺ കാണാൻ സാധിക്കും. സോ നേരെ താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. ഇവിടെ ഒരു പോർട്ട് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 2 വാട്ട് ചാർജിങ് സോക്കറ്റ് കാണാനായിട്ട് സാധിക്കും. നമുക്കിവിടെ ഒരു USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ വലിയൊരു സ്റ്റോറേജ് സ്പേസും കാണാനായിട്ട് സാധിക്കും. വെഹിക്കിളിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഒരു ഗിയർ ബോക്സ്, ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഹ്യുണ്ടായി i20 വന്നത്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആണ് 5 സ്പീഡ്. സോ ഇതിൻ്റെ റിവേഴ്സ് ക്യാമറ ക്വാളിറ്റി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ക്യാമറ യൂണിറ്റ് വന്നുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്യാമറ സിസ്റ്റമാണ് ഈ ഒരു ഹ്യുണ്ടായി i20 കൊടുത്തുള്ളത്. നമുക്ക് വീല് സറൗണ്ടിങ്ങും നമുക്കിൽ വന്നിട്ടുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ക്യാമറ യൂണിറ്റ് വന്നുള്ളത്. 2 ന്യൂട്രൽ ട്രേക്കാം. സോ നമുക്കിവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇത് താഴെ ഹാൻഡ് റെസ്റ്റ്, അതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. സെൻട്രോട്ട് പോകുകയാണെങ്കിൽ മാനുവൽ ഡിം ചെയ്യണ റിയർ വ്യൂ മിറേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. സൺഷെയ്ഡ് ജസ്റ്റ് പോക്കറ്റ് ഹോൾഡറാണ് കൊടുത്തിട്ടുള്ളത്. പാസഞ്ചറിൽ മിറർ വന്നിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ഒരു സൺഗ്ലാസ് ഹോൾഡറും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ റീഡിങ് ലാംപ്സും കൊടുത്തിട്ടുണ്ട്. സൺ റൂഫ് ഒരു സിംഗിൾ പാൻ സൺ റൂഫാണ് ഹ്യുണ്ടായി i20 വന്നുള്ളത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റിയിൽ ഒരു സൺ റൂഫാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ശരിക്കും ഒരു സൺ റൂഫ് എന്ന് പറയുന്നത് ഫാമിലിക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫീച്ചറാണ് സൺ റൂഫ് വരുന്നത്. ലൈറ്റ് നേരെ ക്ലോസ് ചെയ്തേക്കാം. സോ ഈ ഒരു പോർഷനിൽ നമുക്ക് ധാരാളം എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ടച്ചബിൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഗ്ലൗ ബോക്സ് അത്യാവശ്യം മാസീവ് സൈസിലുള്ള ഒരു ഗ്ലൗ ബോക്സ് വന്നുള്ളത്. സ്പേഷ്യസ് ഉള്ള ഒരു ഗ്ലൗ ബോക്സും കൂടിയാണ് ഒരു ഹ്യുണ്ടായി i20 വന്നുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിനൊരു ഇൻറ്റീരിയർ വരുന്നത്. നമുക്ക് ഡാഷ്ബോർഡ് ഈ ഒരു പോർഷൻ എല്ലാതും ബ്ലാക്ക് ഫിനിഷ് ആയിരിക്കും. സോ ഇതിൻ്റെ റൂഫ് പോർഷൻ നമുക്കൊരു ബീച്ച് കളറിൽ വന്നിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. സോ ഇനി സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയുള്ള ഒരു സെക്കൻഡ് റോ ആണ് ഈ ഒരു ഹ്യുണ്ടായി i20 വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പാഡ് എന്ന് കണ്ടു തുടങ്ങും. ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ ഡോർ പാഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പവർ വിൻഡോ കൺട്രോൾ കാണാൻ സാധിക്കും. ഡോർ ലോക്ക് അൺലോക്കും സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ബോസിൻ്റെ സ്പീക്കേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ടും നമുക്ക് ലഭിക്കുന്നതാണ്. സോ നേരെ അകത്തോട്ട് കയറി നോക്കാം. സോ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെഗ് റൂം ലഭിക്കുന്നുണ്ട്. ഹെഡ് റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂമും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ഗ്രാഫ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വേറൊരു AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു പോർട്ട് ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഫോണൊക്കെ ഉള്ള ഒരു ഹോൾഡറും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് റോ വരുന്നത്. സീറ്റിംഗ് ആണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടബിളി ഇരിക്കാൻ പറ്റിയ നല്ല സീറ്റ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫിക്സഡ് ഹെഡ് റെസ്റ്റും കൂടിയാണ്. 2 പേർക്ക് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കംഫർട്ടബിളി ഇരിക്കാൻ സാധിക്കും. സോ ഇതിൻ്റെ തൈ സപ്പോർട്ടൊക്കെ അത്യാവശ്യം എക്സ്റ്റെൻഡ് ആയി കാരണം നല്ല കംഫർട്ടബിളി നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഈ ഒരു സെക്കൻഡ് റോയിൽ. ശരിക്കും ഇതൊരു പെർഫോമൻസ് കാറായ കാരണം
ഫ്രണ്ടിലാണ് എല്ലാവർക്കും ഇരിക്കാൻ ഇഷ്ടം. സോ ഇനി എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് 1.2 ലിറ്റർ കാപ്പ എഞ്ചിനാണ് ഈ ഒരു ഹ്യുണ്ടായി i20 വന്നുള്ളത്. 4 സിലിണ്ടർ അറൗണ്ട് 83 bhp പവറും 140 ന്യൂട്ടൺ ടോർക്കും ഈ ഒരു ഹ്യുണ്ടായി i20 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പവർ ഫിഗേഴ്സ് ഇതിൽ തന്നെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇനിയും പവർ ഫിഗേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട മോഡലാണ് ഹ്യുണ്ടായി i20 N ലൈൻ. അത് അറൗണ്ട് 120 bhp പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു എൻജിൻ ബേ വരുന്നത്. ഫുള്ളി പാക്ക്ഡ് ആയിട്ടുള്ള ഒരു എൻജിൻ പേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ ഗായ്സ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഹ്യുണ്ടായി i20 നൈറ്റ് എഡിഷൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അതിന് കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പോപ്പുലർ ഹ്യുണ്ടായും ബന്ധപ്പെടുക. സോ നമുക്കിന്ന് വെഹിക്കിൾ തന്നുള്ളത് കുറ്റിപ്പുറം വളാഞ്ചേരി റോഡിലുള്ള പോപ്പുലർ ഹ്യുണ്ടായി എന്ന ഷോറൂമിൽ നിന്നാണ്. നമ്മുടെ ചാനലിൽ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്ത ഒരു ഡീലർഷിപ്പും കൂടിയാണ് ഈ ഒരു പോപ്പുലർ ഹ്യുണ്ടായി. സോ ബിഗ് താങ്ക്സ് ടു പോപ്പുലർ ഹ്യുണ്ടായി. സോ കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ നമ്പർ കൊടുത്തിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോ ചെറിയൊരു ബ്രേക്ക്.